ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തഞ്ചാവൂരുള്ള അമ്പലത്തിലേക്ക് നമുക്ക് പോകണം. അപ്പം നമ്മൾ തലേ ദിവസം വന്നപ്പം നമ്മൾ ഈ ഒരു തഞ്ചാവൂർ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ബ്യൂട്ടിയാണ്, നല്ല ഭംഗിയില്ലേ റൂമൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ 4 റൂമാണ് നമ്മൾ മെയിനായിട്ട് എടുത്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. റെഡി ആയവരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് പോവാനൊക്കെ ആയിട്ട്. ഇനി കുറച്ച് പേരും കൂടി റെഡി ആവാനുണ്ട്. അപ്പോൾ ഇന്നും എല്ലാവരും ചുരിദാർ വാലാസൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് അമ്മാളും റെഡി ആയിട്ട് നല്ല സുന്ദരിക്കുട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ, വണ്ടികളൊക്കെ പോകുന്നതും. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ഒന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ 6:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തിരക്ക് ഒക്കെ ആയി വരണുള്ളൂ, ആൾക്കാരൊക്കെ എണീറ്റ് വരണുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ തഞ്ചാവൂർ ടൗണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടൗണൊക്കെയാണ് കേട്ടോ, വലിയ ടൗണൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നല്ല സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ റെഡി ആയവരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. നമ്മൾ പോവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ റോഡ് പണി നടക്കുമായിരുന്നു കേട്ടോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോണ ദിവസം അവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, നിറച്ച് മുല്ലപ്പൂവാണ് കേട്ടോ. പല ടൈപ്പിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. അങ്ങനെ മുട്ട് പോലെയുള്ള മുല്ലപ്പൂവും നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന മുല്ലപ്പൂവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കനകാമ്പരവും മുല്ലപ്പൂവും പിച്ചിയും ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. വഴിയിലൊക്കെ കുറേ ഉണ്ട്. അതാണ് തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത. വഴിയിൽ നിറച്ച് ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടാവും. നമ്മുടെ അമ്പലം ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടോ, നിറച്ച് ജമന്തിപ്പൂവും ഒക്കെയാണ്. നമ്മൾ ഈ ഒരു ടൈപ്പ് പിച്ചിയാണ് കേട്ടോ നമ്മളെടുത്തത്. നല്ല ഏകദേശം നല്ല മുല്ലപ്പൂവൊക്കെയാണ്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അതിന്. അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാ ലേഡീസിനും ആയിട്ട് വാങ്ങിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ ചേച്ചിക്ക് നല്ല സന്തോഷമായി തോന്നുന്നു കേട്ടോ. കുറേ ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചപ്പോഴേ അതായത് ഇപ്പോൾ ഏറ്റവും രാവിലെ തന്നെ പുലർച്ചയ്ക്ക് തന്നെ അങ്ങനെ നല്ലൊരു കച്ചവടം ഒക്കെ വാങ്ങിച്ചാൽ അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ നമ്മൾ അത് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് അതൊക്കെ വച്ച് പോവാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ എത്താറായിട്ടുണ്ട്. നല്ല അമ്പലമാണ് കേട്ടോ അത്. അപ്പോൾ ശരിക്കും ഇവിടെയൊക്കെ ഈ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ എല്ലാവരും വരേണ്ടതാണ് കേട്ടോ. അവിടെ നല്ല ഒരു വലിയ നന്ദീശ്വരൻ്റെ ഒരു രൂപമുണ്ട്. നല്ല വലുതാണ് കേട്ടോ. അതായത് ഈ ടെമ്പിളിനെ കുറിച്ച് ആരത് സ്ഥാപിച്ചത് എന്നൊക്കെയാണ്. അപ്പം ശരിക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ തീർച്ചയായിട്ടും വരേണ്ട ഒരു അമ്പലമാണ്. മഹാദേവൻ്റെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വ്യൂ ആണ് കേട്ടോ ബാക്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തഞ്ചാവൂരാണ്.
അപ്പോൾ അമ്പലത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അടുത്തോട്ട് പോവാം. എത്രയത്തെ കലാകാരന്മാരാണ് നമ്മുടെ ഈ ഒരു ഭാരതത്തിലുള്ളത് ആലോചിച്ച് നോക്കും. കുറേ കൊത്തുപണികൾ അവർ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഒന്നും ഫെയിലായിട്ടില്ല, എല്ലാം നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ എന്തൊരു ഹൈറ്റിലാണ്. അന്നൊരു JCB പോലും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് വരെ അവർ ഇത്ര ഹൈറ്റിൽ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതകത്ത് കിടന്ന നല്ല വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഈ അമ്പലത്തിൽ കയറാൻ കുറേ നേരം എടുത്തു കേട്ടോ. കാരണം ഉള്ളിൽ തൊഴുത് നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ച് വരുമ്പോഴേക്കും കുറേ നേരം എടുത്തു. അപ്പോൾ അതാ ഇവിടെയാണ് നന്ദികേശനുള്ളത്, കണ്ടോ. ശിവൻ്റെ ആ അമ്പലത്തിൻ്റെ നേരെ തന്നെ നന്ദികേശൻ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ നമുക്ക് നന്ദികേശനൊന്ന് വലം വച്ചിട്ട് വരാം. അപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയ ഹൈറ്റൊക്കെ ഉള്ളൂ. ഇതാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് നോക്കണം, അത്ര ഹൈറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നേരെ കാണുന്നതാണ് മഹാദേവൻ്റെ ബൃഹദേശ്വരൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ നമുക്ക് നന്ദികേശനെ വലം വച്ചിട്ട് നമുക്ക് അവിടേക്ക് പോകണം, മഹാദേവൻ്റെ അടുത്തേക്ക്. ഞങ്ങൾ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. കാലൊക്കെ ചെറുതായിട്ട് വേനെടുക്കുന്നുണ്ടെങ്കിലും നല്ല രസമാണ് അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കെ. അപ്പോൾ ഇവിടെ ശരിക്കും എല്ലാവരും വരണം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇതൊക്കെ പ്രദക്ഷിണമൊക്കെ വെച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അത്രയ്ക്കും വലിയ അമ്പലമാണ് പ്രദക്ഷിണമൊക്കെ വെച്ച് വന്നപ്പോഴേക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് തഞ്ചാവൂർ പാവയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നി, കാരണം ഇത്രയും നല്ലൊരു സ്ഥലത്തിൽ നിന്ന് നമ്മൾ വിട പറയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോണത് പാർട്ട് 6-ലുണ്ടാവും. അപ്പോൾ പാർട്ട് 6 എല്ലാവരും കാണണം. അപ്പോൾ ഇതുവരെയായിട്ടുള്ള പാർട്ട് 1, 2, 3, 4, 5 കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.